കെട്ടുകഥ, കസേരകളി, കഥകളി. നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഒരേ സ്വഭാവമാണ്. അവിടെ ഗ്രൂപ്പുള്ളവർ, ഗ്രൂപ്പില്ലാത്തവർ എന്നിങ്ങനെ രണ്ട് തരക്കാരില്ല. ഒരു ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പുകാർ. ഗ്രൂപ്പിന് അതീതമായി ഒരു സെമി കോഡർ കോൺഗ്രസ് ഉണ്ടാക്കാൻ വന്നയാളാണ് നമ്മുടെ സുധാകരേട്ടൻ. ഇപ്പോൾ ഐയും എയും ഒന്നുമില്ല, KS ഗ്രൂപ്പും VD ഗ്രൂപ്പും. അധ്യക്ഷൻ മാറണം, പുനഃസംഘടന വേണം എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്ന ആവശ്യങ്ങൾ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒതുക്കിയ നേതൃത്വം പാർട്ടിയിൽ പലരെയും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ ആദ്യ വെടിപൊട്ടിച്ചു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. എന്ത് വിമർശനമാണ് ഒരു കാര്യം, അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റില്ല. ഹിസ്റ്ററി വിൽ നോട്ട് റിപ്പീറ്റ് അഗൈൻ. ഞാൻ ആദ്യമേ പറഞ്ഞതാ, എനിക്ക് നടുവേദനയാണ്, ഒരിടത്ത് ഇരുന്നുള്ള പണിയെ എനിക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഒറ്റ പണിയേ ഉള്ളൂ, ഉണ്ണല്. അതല്ലാതെ വേറൊരു പണിയും കൂടെ ഉണ്ട്, സൂപ്പർവൈസർ പണി. ചരിത്രം ഒരിക്കലും ഒരേപോലെ ആവർത്തിക്കപ്പെടില്ല. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യുന്നു. കരുതലുമില്ല, കൈത്താങ്ങുമില്ല, കനത്ത അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. ഇവ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി karudal.kerala.gov.in എന്ന പേരിൽ ഒരു സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. മനുഷ്യ ഇവിടെ തീ നിൽക്കുമ്പോൾ കളിയാക്കല്ലേ. ആരെയും തടയാൻ പാടുന്നത് അതിൻ്റെ മുമ്പിൽ. എല്ലാവർക്കും അവരുടേതായ അവസരങ്ങൾ നൽകണം. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. K. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കൂടെ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെ തഴയുന്നുവെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ ആരോപണം. ഇത് ചാണ്ടി കുഞ്ഞ് വെറുതെ ആലോചിച്ച് പറയുന്നല്ല കേട്ടോ. പലപ്പോഴായി ഓരോരുത്തർ പറഞ്ഞ വിഷമങ്ങൾ ചാണ്ടി ഉമ്മൻ പങ്കുവെക്കുന്നു എന്ന് മാത്രം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ശ്രീ ലീഡർ K. കരുണാകരൻ്റെയും എൻ്റെ പിതാവിനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചവർ, അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതല്ല, പുനഃസംഘടന നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആൾക്കാരെ തഴയുന്നു പറയാം? പുനഃസംഘടന നടക്കുമ്പോഴല്ലേ അത് പറയാൻ പറ്റൂ. ഇതിപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. നടക്കാത്ത പുനഃസംഘടന എങ്ങനെയാണ് ആരെങ്കിലും തഴഞ്ഞു എന്ന് പറയുന്നത്? എല്ലാവർക്കും അവരവരുടേതായ യൂട്ടിലിറ്റി ഉണ്ട്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അത് കോൺഗ്രസ് ആകുന്നത്. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ, എല്ലാത്തിനും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. നമുക്കറിയാം, ശ്രീ K. സുധാകരൻ്റെയും സതീഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുണ്ടോ? ആവശ്യമുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പെണ്ണിലേക്ക് വരൂ. അല്ല, ഇവരൊക്കെ പറയുന്ന പോലെ ഈ പുനഃസംഘടന വേണമെന്ന ശക്തമായ ആവശ്യം കോൺഗ്രസിലുണ്ടോ? ഞാൻ പുനഃസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല, ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അതിലൊന്നും സംസാരിക്കും. പുനഃസംഘടന സംബന്ധിച്ച ഒരു കാര്യം നിലവിലില്ല. പുനഃസംഘടന പോട്ടെ, അധ്യക്ഷൻ മാറണമെന്നുണ്ടോ? അല്ല, അങ്ങനെ എൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം പ്രസിഡൻ്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. VD സതീശനോ K. സുധാകരനോ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമൊന്നും ചെയ്യും. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല, 3 നടന്നാ പിന്നെ ഡോൾബി ചുമൻ DTS കുറയല്ലേ. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാകത്തുള്ളൂ. വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ, വ്യത്യസ്ത ചിന്തയുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമാണ് എന്നും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല. അത് ഓർമ്മ വേണം. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഈ പുനഃസംഘടന എന്ന സംഭവം എവിടെ നിന്നുണ്ടായി എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ആർക്കും അറിയില്ല. പ്രസിഡന്റിന് അറിയില്ല, പ്രതിപക്ഷ നേതാവിന് അറിയില്ല, മുതിർന്ന നേതാക്കളായ ശശി തരൂർ, ചെന്നിത്തല, മുരളീധരൻ ഇവർക്ക് ആർക്കും അറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടന? പാർട്ടി ഏറ്റവും നല്ല ഒത്തൊരുമയോടെ, ഏറ്റവും നല്ല ടീം വർക്കോടെ
കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു പുനഃസംഘടന? ഈ ഉള്ളവർ തന്നെയൊക്കെ ഒന്ന് നയിച്ചാൽ പോരെ? എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറയും, നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ. അതുകൊണ്ട് ആരാണെങ്കിലും അവരെല്ലാം ഉൾക്കൊണ്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശശി തരൂരിന് അറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, മുൻ പ്രസിഡന്റായിട്ടുള്ള എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടന ചർച്ച? എൻ്റെ മിഷൻ വേറെയാണ്. എൻ്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ്. അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അത്തരം കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. ഒരാളെ കുറിച്ച് പോലും പരാതി പറയാൻ എനിക്കില്ല. ഒരു അവസരം ഒരാളെ ഉണ്ടാക്കിയില്ല. പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. സ്പോൺസറല്ലേ? അതെങ്ങനെയാ ഞാൻ തുടങ്ങി വെച്ചോളാം. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും. അതുപോലെ കഠിനാധ്വാനം എല്ലാവരും ചെയ്തു. ഞാൻ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അന്ന് പറഞ്ഞത്, എല്ലാവരോടും നന്ദി പറഞ്ഞത്. അതുപോലത്തെ ഒരു ടീം വർക്കാണ് ഞങ്ങൾ UDF കോൺഗ്രസിനകത്തും UDF-നകത്തും പെർഫോം ചെയ്ത്. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. പിന്നെ ജനാധിപത്യ പാർട്ടികളല്ലേ ഇത്തിരി ചർച്ചകളൊക്കെ വരും. അതിനൊന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം അതിന് കൊടുക്കേണ്ട. ഗൗരവം പറഞ്ഞ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞാൽ, മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അഭിപ്രായം പറഞ്ഞാൽ അത് ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനെന്താ? അതും അതിന് സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തൊരു പുനഃസംഘടന അവിടെ നിന്ന് വന്നു. ഇങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത വിഷയം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കുറേ പേരുകൾ വന്നു, പുതിയ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? ചപ്പെന്നുള്ള വിളിയാ ബാക്കി. ദേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. എന്താ നിന്റെ പേര്? രമണൻ. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി പിന്നീടാകാം. കഥകളി